ആ വിനോദേട്ടാ, ആ ഞാൻ വന്നോണ്ടിരിക്കാം, ഒരു 10 മിനിറ്റ് ഇപ്പം എത്തും. ആ നിങ്ങളവിടെ ഇല്ലേ? പിന്നെന്ത് പലവർക്കാണ് ഞാനിപ്പോൾ വരുന്നത്. ആ ഞാൻ ഒരു സെക്കൻഡ്. ഹലോ ഹലോ, ആ സാമൻ നീ എവിടെടാ? ഞാൻ പറഞ്ഞില്ലായിരുന്നു അവൻ പള്ളിയിൽ പോകുന്നു. ആ ഓ ശരി, മറന്നുപോയി. മറ്റേ അപ്പാപ്പൻ്റെ ഓർമ്മ അല്ലേ? ആ എടാ, ഏത് പള്ളിയിലാടാ? അതിവിടെ അടുത്ത് തന്നെ. എന്താടാ? ഒന്നുമില്ലടാ, ഞാൻ വർക്ക് കഴിഞ്ഞ് വരുന്ന വഴി, വേണമെങ്കിൽ നിന്നെ അങ്ങോട്ട് വന്നിട്ട് പിക്ക് ചെയ്യായിരുന്നു. അതാ. വേണ്ട, ഞാൻ വന്നോളാം. അവനെ ഞാൻ വെക്കാണേ. അച്ഛൻ വിളിക്കുന്നു. ബൈ. ഏതച്ഛൻ? പള്ളിയിലച്ഛൻ. പള്ളിയിലച്ഛനാ? എടാ വയ്ക്കല്ലേ വയ്ക്കല്ലേ. എടാ ഏത് പള്ളിയാന്ന് പറ. ഹലോ ഹലോ ഹലോ. കള്ള കാണിച്ചിട്ട് നീ വീട്ടിലേക്കാ. ഏത് ബ്രോ? ആ എന്തൊക്കെയുണ്ട്? ഞാൻ അവിനാഷ് ബ്രോ, എന്തൊക്കെയുണ്ട് ബ്രോ? ഗുഡ് സീൻ ബ്രോ. ഞാൻ ബ്രോയുടെ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട്. നീ ഒരു ഷോർട്ട് ഫിലിം ചെയ്താ? ആ നമ്മള് കൂട്ടുകാരൊക്കെ ചേർന്ന് ചെറിയ പരിപാടി ഞാൻ കണ്ടായിരുന്നു. അല്ല നിതിന്റെ പടമൊക്കെ എന്തായി? അവനിപ്പോ ഷിംലാലാടാ. ഓ ഞാൻ പോയില്ല, ഭയങ്കര തണുപ്പ്, നമുക്ക് പറ്റത്തില്ല. അപ്പൊ ഇവിടെ ചില്ലിങ് ആയിരിക്കും അല്ലേ? അതല്ലടാ, ഞാനിവിടെ ഒരു കാസ്റ്റിംഗ് ഏജൻസി തുടങ്ങിയിട്ടുണ്ട് ദേ ഇവിടെ. ഓ അപ്പോൾ ഇന്നൊരു പടത്തിന്റെ ഓഡീഷൻ ഉണ്ട്. നീ വരുന്നുണ്ടോ? ഓ എടാ, എന്റെ ഒരു ഫ്രണ്ട് ചിലപ്പോ ഇവിടെ ഓഡിഷൻ ഒന്നുണ്ടാവും ഇവിടെ. ആ നീ ഒരു ഹെൽപ്പ് ചെയ്യോ? നീ എന്റെ ഓഡിഷൻ ടൈപ്പ് ഒന്ന് കണ്ടിട്ട് ഒരു ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ വേണ്ട, നീ എന്റെ ഓഡിഷൻ ടൈപ്പ് ഒന്ന് എനിക്ക് സെൻഡ് ചെയ്യോ? ഒരു കാര്യം ചെയ്യും, ആളിന്റെ ഡീറ്റെയിൽ പറ, ഞാൻ എടുത്തു തരാം. ആളുടെ പേര് സാം എന്നാണ്. മിക്കവരുടെ കൊടുത്തിരിക്കുന്നത് സാംസൺ എന്നുള്ള പേരായിരിക്കും. സാംസൺ. ഒന്ന് ഞാൻ ഏറ്റ്. അന്നപ്പോ ഞാൻ വിടുവാണ്. പിന്നില്ലേ, നമ്മൾ തമ്മിൽ കണ്ടാരി അവനോട് പറയുന്നുണ്ടോ? എന്താണ് പറയാം. ഓക്കെ ശരി എന്നാ ചെല്ലട്ടെ. ഓക്കേടാ സാറേ, ഇതാണ് ദീപു എന്ന് പറയുന്ന എൻ്റെ വീട്. ഇത് വലിയ വീടാണല്ലോ. എന്തായാലും കാശുള്ളവൻ്റെ വീട്ടിലെ പയ്യനാ. ഏയ്, അവൻ ഇവിടെ വാടക താമസിക്കണാണ്. ഏതായാലും വാ. നീ എന്താടാ ഇവിടെ? ഈ വഴി പോയപ്പോ കയറിയതാ. ഇപ്പം എങ്ങനെയുണ്ട് സാറേ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഉമ്മരോട് ആയിപ്പാണെന്ന്. എവിടെ നിന്റെ കൂട്ടുപ്രതി? കൂട്ടുപ്രതിയോ? ദീപു. DI ചേട്ടൻ അവിടെ ഉള്ളി ഏരിയ. DI? ഇവിടെ എല്ലാവരും അങ്ങനെയാ വിളിക്കണം. എന്താടാ സാർ അതെ, അവന്റെ കയ്യിലും മാരകായുധം. അയ്യോ, ഇത് മാരകായെന്നല്ല സാർ, ഇത് പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരുന്ന കത്തിയാണ്. എന്ത് കുന്തോണെങ്കിലും കത്തിയാ. എടാ കത്തി താഴെ. എന്തിനാണ് സാർ? ടൗൺ SI പറയുന്നത് കത്തി താഴെ ഇടാൻ. ഞങ്ങൾ ചോദിക്കണ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം തരണം. നോണ പറഞ്ഞ രണ്ടിനെ ഇപ്പൊ തന്നെ പൊക്കി ഞാൻ അകത്തിടും. കേട്ടല്ല? കേട്ടു സാർ. സാറ് എളുപ്പമുള്ള ചോദ്യം ചോദിക്കണം. പിന്നെന്താ? ചേട്ടാ പേടിക്കണ്ട, അറിയില്ലെങ്കിൽ എനിക്ക് പാസ് തന്നാൽ മതി, ഞാൻ ഉത്തരം പറഞ്ഞോളാം. ദൈവത്തെ ഓർത്തൊന്നും മിണ്ടാണ്ടിരിക്കൂ. ദീപു, യെസ്. നിനക്ക് എങ്ങനെയാ ആ വണ്ടി കിട്ടിയേ? ഇവനാണ് സാർ പരിചയപ്പെടുത്തുന്നത്. നിനക്ക് എങ്ങനെയാണ് പരിചയം? അതെനിക്ക് സുകുമാരൻ ചേട്ടൻ പരിചയപ്പെടുത്തി തന്ന. പിന്നെ ഞാൻ അയാളുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. ആരാടാ സുകുമാരൻ ചേട്ടൻ? അത് ഇവന്റെ അച്ഛനാണ് സാർ. സ്വന്തം തന്ത ആരെങ്കിലും ചേട്ടാന്ന് വിളിക്കോടാ. വീട്ടിലെല്ലാവരും അങ്ങനെ വിളിക്കുന്നത് സാർ. വീട്ടിൽ ആരും വിളിക്കണേ? അത് അമ്മ അങ്ങനെ സുകുമാരൻ ചേട്ടാന്നാ വിളിക്കുന്നത്. അത് കേട്ട് ശീലമായിപ്പോയി സാർ. ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ട സാറ്? നിനക്ക് അവിടെ എന്തായിരുന്നു പണി? പുള്ളിക്ക് വണ്ടി ഫിനാൻസ് കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ആരെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ വണ്ടി എടുത്തുകൊണ്ട് വരണം. CC പിടിച്ചുകൊണ്ട് വരുന്ന വണ്ടി പുള്ളി റെന്റിന് കൊടുക്കും. നിങ്ങൾ എന്നാടാ ആ വണ്ടി അവിടെ നിന്ന് എടുത്തേ? അയ്യോ, ഇത് സാറും സ്റ്റേഷനിൽ വെച്ച് ചോദിച്ചാണ്. ഉത്തരം പറയടാ. ശനിയാഴ്ച. അത് ശരി, അപ്പൊ എടുത്തത് ദിവസം പോലും അറിയില്ല സാർ. അത് അവന്റെ ഓർമ്മ തെറ്റിപ്പോയതാണ്. സത്യമായിട്ട് വെള്ളിയാഴ്ചയാണ് എടുത്തത്. അത് പോടെ. എത്ര റെന്റ്? 450. എടാ ചതി, അപ്പൊ നീ എടുത്ത് കമ്മീഷൻ അടിച്ചല്ലേ? ലേശം ടൈറ്റായി പോയി. കമ്മീഷൻ അടിച്ചു സാർ. നിർത്തണം. ഞങ്ങളുടെ മുമ്പിൽ കിടന്ന് പൊട്ടം കളിക്കണം സാറേ. സ്റ്റേഷനിൽ വിളിച്ച് ജീപ്പ് വരാൻ പറ. ഇവന്മാരെ കൊണ്ട് നല്ല ഇടി ഇടിച്ച് കഴിഞ്ഞാൽ സത്യം പറയും. അയ്യോ സാറേ, തല്ലല്ലോ സാറേ, ചെറുപ്പത്തിൽ എനിക്ക് മുണ്ടുകീര് വന്നിട്ടോ. ക്ഷമിക്കണം സാർ, ഗുണ്ടയാണെങ്കിലും മണ്ടനാണ്. സാം,
ഡയലോഗ് എല്ലാം പഠിച്ചോ? പഠിച്ചു. ടെൻഷൻ ഒന്നും ഇല്ലല്ലോ? എന്ത് ടെൻഷൻ? എനിക്ക് ടെൻഷൻ ഒന്നുമില്ല. ഐ ആം കൂൾ. എന്നാൽ നമുക്ക് ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കാം. ആ നോക്കിക്കോ. സാംസൺ ആ അകത്തേക്ക് വന്നോളൂ. ഓക്കെ. എന്നാ ചെല്ലു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ താനാണ് സാംസൺ അല്ലേ? എന്നെ അറിയോ? പിന്നെ സാമിന് ഡയലോഗും സിറ്റുവേഷനൊക്കെ കിട്ടിയില്ലേ? അറിയാം. ഓക്കെ, എങ്കിലും ഞാൻ ഒന്ന് പറയാം. ആ. അതായത് സാം 10 വർഷങ്ങൾക്ക് ശേഷം ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കാണുന്ന ഭാര്യയോടുള്ള സാമിൻ്റെ സംഭാഷണം അതാണ് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നോക്കാം. റെഡി അല്ലേ? റെഡി. ആക്ഷൻ. സുഭദ്രേ, 10 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഞാൻ വന്നിരിക്കുകയാണ്. നിന്നെ സാമേ, ഡയലോഗ് കറക്റ്റാണ്, പക്ഷേ ഇതല്ല. സാമിൻ്റെ ഇമോഷൻ ഒന്ന് മാറ്റി പിടിക്കണം. ഞാൻ പറഞ്ഞില്ലേ 10 വർഷം. അതായത് വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്, മനസ്സിലായോ? ഇതിപ്പോൾ സാമ രാവിലെ ജോലിക്ക് പോകുന്നു, വൈകിട്ട് തിരികെ വന്ന് ഭാര്യയെ കാണുന്നു, ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. നമുക്ക് വേറൊരു രീതി നോക്കാം. നോക്കാം. റെഡി? റോൾ ചെയ്തു. ഓക്കെ, റോളിംഗ്. ആക്ഷൻ. എന്താ സാർ വിളിച്ചോ? എൻ്റെ പൊന്നും സുഭാഷേ, നിന്നെ അല്ല, നീ പോ. സാമേ, ഇതല്ല, ഒരു നോർമൽ മനുഷ്യൻ്റെ ഇമോഷൻ മതി നമുക്ക്. നോക്കാം. റെഡി? റോൾ ചെയ്യട്ടെ. ആ ചെയ്. റെഡി? ആക്ഷൻ. സുജാതേ. സുഭദ്ര. എന്താണ് ഇത്? ഒന്നുകൂടെ നോക്ക്. ആക്ഷൻ. സുഭദ്രേ. കട്ട്. ആക്ഷൻ. കട്ട്. ആക്ഷൻ. ആക്ഷൻ. കട്ട്. ഒരു ചായ കുടിച്ചാലോ? ഇത് ശരിയാവോ നോക്കാം. ഒന്നുകൂടെ നോക്കാം. റോൾ ചെയ്തോ. ആക്ഷൻ. നിന്റെ കൂടെ ഞാനുണ്ട് എന്നൊരു കാവൽക്കാരനെ പോലെ. കട്ട്. ആ സാറേ, കാർഡ് ഫുൾ ആയിട്ടാ. വേറെ ഉണ്ടോ? വേറെ ഇനി കോപ്പി ചെയ്യണം, ലോഡ് ചെയ്യണം. എങ്ങനെയുണ്ട് സാറേ? അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ വിളിക്കാം. നല്ലല്ലായിരുന്നോ? സൂപ്പറായിരുന്നു. വിളിക്കാം. അഞ്ജു, എങ്ങനെയുണ്ടായിരുന്നു സാർ? ഞാൻ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വിളിക്കാന്നാ പറഞ്ഞ. ഞാൻ പറഞ്ഞില്ലേ. സാംസൺ, ചേട്ടാ ഒരു ഫോട്ടോ എടുത്തു നോക്കാൻ യദു സാറ് പറഞ്ഞു. ഒരു ഫോട്ടോ എടുത്തോട്ടെ? അതിനെന്താ? ഓക്കെ, താങ്ക് യു. പോ അഞ്ജു. അപ്പോൾ